അടുക്കളയിൽ കയറരുത്, അത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്നുള്ള നിബന്ധനകളുണ്ട്. ശരിക്കും ആർത്തവം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണോ അതോ നെഗറ്റീവ് കാര്യമാണോ? ഈ ബ്രഹ്മരന്ധ്രത്തിന് സമാനമായിട്ട് ടോട്ടൽ നമ്മളുടെ 100 ട്രില്യൺ സെൽസ് മാറുന്ന ഡിവൈൻ ആയിട്ടുള്ള ഒരു പീരിയഡാണത്. സ്ത്രീയുടെ ശക്തി സ്ത്രീ ഒരിക്കലും തിരിച്ചറിയരുത്. സ്ത്രീയെങ്ങാനും തന്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശക്തി പുരുഷനില്ല. ഈ ആർത്തവ സമയത്ത് സ്ത്രീകളിൽ പ്രത്യേക സിദ്ധികളോ കഴിവുകളോ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ സിദ്ധികൾ ഉണ്ടാവും എന്ന് കരുതി നമ്മളപ്പോ പക്ഷെ സ്ത്രീക്ക് മാത്രം എപ്പോഴും കൂടുതൽ അംഗീകാരം വേണമെന്ന് പറയും. പുരുഷന് ഒരിക്കലും ശക്തിയില്ല. പുരുഷന് ബാഹ്യഭൗതികമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. മെൻസസ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ വളരെ റെസ്പെക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അത്രയും ശക്തിയാണ്. ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോലും ഫലിക്കും. സ്ത്രീകളിലെ ആർത്തവം എല്ലാ കാലത്തും പലരും പറയുന്നു അത് അശുദ്ധിയാണെന്ന്, ചിലർ പറയുന്നു ശുദ്ധിയാണെന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ കയറരുത്, അത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്നുള്ള നിബന്ധനകളുണ്ട്. ശരിക്കും ആർത്തവം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണോ അതോ നെഗറ്റീവ് കാര്യമാണോ? ആർത്തവം എന്ന് പറയുന്നത് സൃഷ്ടികാര്യമാണ്. അതായത് സൃഷ്ടികർത്താവ്, അതായത് ദൈവത്തിന് ശരി സമാനമായിട്ടുള്ള ശക്തിയുള്ളത് സ്ത്രീകൾക്കാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുക, ആ കുഞ്ഞിനെ ജന്മം നൽകുന്നത് വരെ വയറിലാണ് നമ്മളത് ക്യാരി ചെയ്യുന്നത്. അതിനുശേഷം ഈ നമ്മളുടെ ഈ ഒരു സ്ഥലങ്ങളിലൂടെ അമൃത് തന്നെയാണ് ആ കുഞ്ഞിന് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഈ ആർത്തവം എന്ന് പറയുന്നത് ഒരിക്കലും അശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അത് ആ രക്തം പുറമേക്ക് കാണുന്നതും എവിടെ പടുത്ത എവിടെയാണെങ്കിലും അത് വീഴുകയും അത് ചവിട്ടി അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇടുന്നത് അതൊരു നല്ല കാര്യമല്ല. പക്ഷെ അത് ദിവ്യമായിട്ടുള്ള മംഗളദായകമായിട്ടുള്ള കാര്യമാണ്. ഒരു കുഞ്ഞ് ശരിക്കും നമ്മളുടെ കേരളത്തിൽ ആ ഒരു കൾച്ചറില്ല മോളെ. ഞാൻ ആന്ധ്രാപ്രദേശിലെ 24.5 years ഉണ്ടായിരുന്നു. അവിടെ ഈ കുട്ടികൾ ആർത്തവം, അതായത് ആ ഒരു പുഷ്പവതി എന്ന് പറയും, അവർ പുഷ്പിക്കുകയാണ്. ഋതുമതി പുഷ്പവതി എന്നാ പറയുക അതിനെ. പുഷ്പിക്കുക, അതായത് പൂവ് മൊട്ടായിരിക്കുന്നതിനെ പുഷ്പിക്കുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള അതിനാണ് പുഷ്പവതി. അങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷനാണ് അത്. ആ കുഞ്ഞിനെ ആദ്യത്തെ ദിവസം മുതൽ കുളിപ്പിച്ച് പട്ടുവസ്ത്രങ്ങളും എല്ലാ സർവാഭരണ വിഭൂഷിതയായിട്ട് അലങ്കരിച്ചിട്ട് ഒരു എന്താ പറയുക, എല്ലാം കോലമൊക്കെ വരച്ചിട്ട് അതിലൊരു ദേവിക്ക് സമാനമായിട്ട് ഇരുത്തിയിട്ട് പൂജ ചെയ്യും, ആരതി കൊടുക്കും, പൂജ ചെയ്യും, നൈവേദ്യങ്ങൾ, ഇഷ്ടമുള്ള പലഹാരങ്ങൾ, സ്വീറ്റ്സുകൾ, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് ആരാധിക്കും. എത്ര ദിവസമാണോ അത് വരുന്നത് ആ ദിവസം മുഴുവൻ. അത്രയധികം ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണത്. ആ സമയത്ത് നമ്മളുടെ 100 ട്രില്യൺ സെൽസും ബ്രഹ്മരന്ധ്രത്തെ പോലെ, ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ തലയിൽ ചെറിയ ഇങ്ങനെ പദം പോലെ ഉണ്ടാവില്ലേ, അതിലൂടെയാണല്ലോ വിശ്വശക്തി കുഞ്ഞുങ്ങൾ ഗ്രഹിക്കുന്നത്. ഓരോരുത്തരും അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെയൊക്കെ തല ഉറച്ചത് കാരണം ആ പദം എന്നുള്ളതില്ല. പക്ഷെ വിശ്വശക്തി ആവാഹന എന്നുള്ളത് ബ്രഹ്മരന്ധ്രത്തിലൂടെ. ഈ ബ്രഹ്മരന്ധ്രത്തിന് സമാനമായിട്ട് ടോട്ടൽ നമ്മളുടെ 100 ട്രില്യൺ സെൽസ് മാറുന്ന ഡിവൈൻ ആയിട്ടുള്ള ഒരു പീരിയഡാണത്. അതായത് നമ്മളിലേക്ക് അപാരമായിട്ടുള്ള ശക്തി പ്രവേശിക്കുന്ന, അതായത് നമ്മൾ ദൈവത്തിന് സമാനമാവുകയാണ്. അതുകൊണ്ടാണ് ആ പ്രോസസ്സ്, അപാരമായിട്ടുള്ള ശക്തി നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ വോൾട്ടേജ് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മോളെ? അടിച്ചു പോവും. അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള ആള് സ്ത്രീയുടെ ശക്തി സ്ത്രീ ഒരിക്കലും തിരിച്ചറിയരുത്. സ്ത്രീയെങ്ങാനും തൻ്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എപ്പോഴും 4 ചുമരുകൾക്കുള്ളിൽ, എന്താ വെച്ചാൽ സ്ത്രീയുടെ ശക്തി പുരുഷനില്ല. സ്ത്രീ ഒരു കുഞ്ഞിനെ അതായത് ഗർഭം ധരിക്കുന്നു, കുഞ്ഞിനെ പ്രസവിക്കുന്നു, പാലൂട്ടി വളർത്തുന്നു, വീട്ടിന്റെ സർവ്വ ബാധ്യതകളും ദിവ്യമായിട്ട് കൊണ്ടു നടക്കുന്നെങ്കിൽ സ്ത്രീയുടെ ശക്തി എത്രയാ? അതിൽ കൂടുതൽ ശക്തി അവൾക്ക് ഉണ്ട് എന്ന് അറിയരുത്. ആ ശക്തിയെ പരിപൂർണ്ണം എന്താ വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാലും ഇതിനെല്ലാം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്ഥിതിയും ബുദ്ധിയും ഒന്നും ഇല്ലാത്ത സ്ത്രീകൾ അതിനെ ദുർവിനിയോഗം ചെയ്യും. അതുകൊണ്ടാണ് ആ ശക്തി പ്രവേശിക്കുന്ന സമയത്ത് അവരെ തൊടാൻ പാടില്ല പറഞ്ഞാൽ അവരെ ഒരു മൂലയ്ക്ക് ഇരുത്തണം. അത്രയും ശക്തി സംഭവിക്കുമ്പോൾ ആ ഒരു ഡിവൈൻ പ്രോസസ്സ് അവരെ സംഭവിക്കാനായിട്ട് ഒരു പണിയും ചെയ്യിക്കരുത്. പക്ഷെ അതിനങ്ങനെ പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. തൊട്ടുകൂടാ അങ്ങനെ പറഞ്ഞാലേ ഇരിക്കൂ. അല്ലെങ്കിൽ അയ്യോ എൻ്റെ ഫാമിലി, എൻ്റെ കെട്ടിയവൻ ആരാ ചെയ്യാള്, എൻ്റെ കുട്ടികൾക്ക് ആരാ ചെയ്യുള്ളു, എൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യും, വയസ്സായ മാതാപിതാക്കൾ. അന്നത്തെ കാലത്ത് അത്രയും സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലേക്ക് ഒരു സ്ത്രീ കയറി ചെന്നായാൽ കുടുംബ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാനുള്ള ശക്തി ആ സ്ത്രീക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സ്ത്രീയെ അബലയാക്കി മാറ്റിയത് പുരുഷ അഹങ്കാരമാണ്. എന്താ പറയാ, പുരുഷന്റെ ആധിപത്യ സ്വഭാവം, അതിൽ അഹങ്കാരമുണ്ട്. സ്ത്രീ തന്റെ ശക്തിയെ അറിയരുത്. പക്ഷെ സ്ത്രീയുടെ ശക്തി കാരണമാണ് പുരുഷൻ പുറമെ പോയി ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പുരുഷൻ കാരണമല്ല കുടുംബത്തിന്റെ ദിവ്യമായിട്ടുള്ള ആ ഒരു ബാലൻസിങ് സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഈ സത്യം അറിഞ്ഞവര് നമ്മളെ അത് അറിയിക്കാതെ ആ സമയത്ത് 3 ദിവസം 4 ദിവസം, അതായത് ആ കൂടുതൽ ആ ബ്ലഡിന്റെ ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് നിരന്തരം പോയിക്കൊണ്ടേയിരിക്കുക ബ്ലഡ് കഷ്ണങ്ങളായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഭാഗത്ത് ഇരുത്തും. അതായത് ആ ദിവ്യമായിട്ടുള്ള ശക്തി പ്രവേശിക്കുമ്പോൾ ഒരു സൃഷ്ടി നടത്താനുള്ള
ആ ഒരു ദിവ്യത്വം, ആ ഒരു ദിവ്യ സിംഹാസനം, ദൈവത്തെ ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ ദിവ്യമായിട്ടുള്ള ആ അണ്ടം, ദിവ്യമായിട്ടുള്ള ആ ഒരു സിംഹാസനം തയ്യാറാവാണ്. അതിനത് കിട്ടിയിട്ടില്ല, അതിലേക്ക് അത് പ്രവേശിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അതെന്തായി, അത് കഷ്ണം കഷ്ണമായിട്ട് ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഭയങ്കര ശക്തിയാണല്ലോ. ആ ശക്തി പ്രവേശിക്കുന്ന സമയത്ത് സ്ത്രീക്ക് ആ ശക്തി കൊണ്ട് വളരെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആ ശക്തിയെ വിനിയോഗിക്കണം. അവരൊരിക്കലും ആ ശക്തി ഉണ്ടാവുമ്പോൾ അവർക്ക് ഒരുപാട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് വരുന്നത്, അവർക്ക് ഇറിറ്റേഷൻ വരുന്നത്, ദേഷ്യം. എന്താ വെച്ചാൽ ഈ പെൺകുട്ടികളെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നവരെ കേൾക്കില്ല. ശാസ്ത്രീയ സത്യം പറഞ്ഞു കൊടുക്കാൻ ചെറുപ്പം മുതൽ നമുക്ക് ആരും പേരൻസ് ഇല്ല. അതുകൊണ്ട് ഇവർ പുറത്തു പോയേ പറ്റൂ. അപ്പോൾ ഈ ഒരു ദിവ്യമായിട്ടുള്ള ശക്തി പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ എല്ലാവിധ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് എമോഷൻസ്, നെഗറ്റീവ് എനർജീസ് ഒക്കെ നമ്മളിലേക്ക് പ്രവേശിക്കും. ആ സമയത്ത് നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് ശക്തി ഒരുപാട് പ്രവേശിക്കുമ്പോൾ നമ്മൾ പണികൾ എടുക്കരുത്, എല്ലാം ഭിന്നാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രവേശിക്കുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. ആണോ വേണ്ടയോ? ആ പ്രവേശിക്കുന്ന സമയത്ത് അവരെ ഒരു പണിക്കും റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സ്ത്രീക്ക് റെസ്റ്റ് കൊടുക്കേ, സ്ത്രീക്ക് റെസ്റ്റ് കൊടുത്താൽ പറ്റില്ല. അപ്പൊ സ്ത്രീയെ തൊട്ടുകൂടാ, ആരെയും തൊടരുത്, ഒന്നും തൊട്ടുകൂടാ. അപ്പൊ ഒന്നും തൊടാൻ പറ്റാത്ത സ്ത്രീ എന്ത് ചെയ്യും ബേബി? ഒതുങ്ങിയിരിക്കും. അയ്യോ, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും തൊടരുത്, ഒന്നും ചെയ്യരുത്, നിശബ്ദമായി ഇരിക്കണമെന്ന സദ്ഭാവനയോടുകൂടി ഈ ദിവ്യത്വം നിറഞ്ഞ സ്ത്രീ നിശബ്ദമായിട്ടിരിക്കും. അന്നത്തെ കാലത്ത് ഓരോ കുടുംബത്തിൻ്റെ ഐശ്വര്യം നോക്ക്. അന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ ആ സ്ത്രീ ആ സമയത്ത് അത്രയും ദിവ്യമായിട്ടുള്ള ശക്തി സംഭവിക്കുമ്പോൾ അന്നത്തെ സ്ത്രീകളുടെ തോട്ടം എന്താ അറിയോ? അയ്യോ, എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും എൻ്റെ മാതാപിതാക്കളും, അവരുടെ വയസ്സായ എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ആ നാത്തൂനും കുടുംബവും ഒക്കെ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണേ, എല്ലാവരും സുഖം പ്രാപിക്കണേ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണേ, എല്ലാവർക്കും നന്മ വരുത്തണേ എന്നുള്ള ആലോചനയുള്ളൂ. അന്നത്തെ കാലത്ത് കുറ്റം പോരുമില്ല. അന്നത്തെ സ്ത്രീകൾ അങ്ങനെ ഒരു ദിവ്യമായിട്ടുള്ള ഡിവൈൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് അന്നത്തെ കുടുംബങ്ങളൊക്കെ കലഹമില്ലാതെ അന്യോന്യത്തിൽ സംതൃപ്തമായിട്ട് ജീവിച്ചിരുന്നു. ഈ സിസ്റ്റം, ഈ സ്ത്രീയുടെ ശക്തി. ഈ ആർത്തവ സമയത്ത് സ്ത്രീകളിൽ പ്രത്യേക സിദ്ധികളോ കഴിവുകളോ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ സിദ്ധികൾ ഉണ്ടാവും എന്ന് കരുതി നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചാലും ആ പ്രാണശക്തിയെ നമ്മൾ മൗനമായിട്ട് ആ പ്രാണശക്തിയെ വിനിയോഗിക്കുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ആ സിദ്ധി ഉണ്ടാവും. അത് നമ്മൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹം സാധിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ആഗ്രഹിക്കണം എന്ന് പോലും സ്ത്രീകൾക്ക് അറിയില്ലായിരുന്നു മോളെ. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു? അവരുടെ പരിമിതമായിട്ടുള്ള അറിവ്, അവര് എന്താ പറയാ, അവര് ഒരു പുരുഷന്റെ അടിമകളായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് പുരുഷനെ തകർക്കണമെന്നോ, പുരുഷനോട് ആർഗ്യൂ ചെയ്തിട്ട് വീട്ടിന് പുറത്തു പോകണമെന്നോ, അല്ലെങ്കിൽ പുരുഷനെ തല്ലുകൂട്ടിയിട്ട് ഒന്നിനും കൊള്ളാത്തവനാക്കണമെന്നോ അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നോ? നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും അച്ഛമ്മമാരും അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സിസ്റ്റം എന്താ? അവരുടെയൊക്കെ ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുടുംബങ്ങൾ ഉത്തമോത്തമമായിട്ട് കൊണ്ടുവരുന്നു എല്ലാ ബന്ധങ്ങളും. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് കെട്ടിയവനും കുട്ടികളും മാത്രമായി, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ വരെ ഒതുങ്ങി. അവരുടെ ആ ഒരു ഉപശാഖകളായിട്ടുള്ള ആ ഒരു കുടുംബ വൃക്ഷത്തിന്റെ വിസ്തരണയ്ക്ക് ഇന്നത്തെ സ്ത്രീകളോ പുരുഷന്മാരോ അതിന് സന്നദ്ധമല്ല. എന്തുകൊണ്ട്? കാലം മാറി. ആ കാലത്തിൽ നിന്നും സ്ത്രീ തൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു. ഇന്ന് സ്ത്രീ പണിയെടുക്കാൻ തുടങ്ങി. സ്ത്രീ ഞാൻ വീട്ടിൽ അബലയല്ല. സ്ത്രീ എപ്പോഴും എനിക്ക് പുരുഷന്റെ ശരി സമാനമായിട്ടുള്ളത് വേണമെന്ന് പറയും. പക്ഷെ സ്ത്രീക്ക് മാത്രം എപ്പോഴും കൂടുതൽ അംഗീകാരം വേണമെന്ന് പറയും. പുരുഷന് ഒരിക്കലും ശക്തിയില്ല. പുരുഷന് ബാഹ്യഭൗതികമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. സ്ത്രീയുടെ മെന്റൽ പവർ എന്ന് പറഞ്ഞാൽ അതാണ് പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്നത്. സ്ത്രീ ഒരുമ്പെട്ടാൽ തകർത്ത് തരിപ്പണമായി കളയും കുടുംബം. ഭർത്താവ്, കുടുംബം, കൂട്ടുകുടുംബ വ്യവസ്ഥ എല്ലാം തകർത്ത് തരിപ്പണമാക്കാനുള്ള അത്രയും ശക്തി നമ്മളിലുണ്ട്. അത് ഇന്ന് സ്ത്രീകളിൽ ആ പുരുഷത്വ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട പൂർവ്വജന്മ സംസ്കാരങ്ങളൊക്കെ അതിൻ്റെ സിസ്റ്റമേ മാറിപ്പോയി. ഇന്ന് ഭൂമിയിലും അതെ ഫെമിനൻ എനർജി വിസ്താരമായിട്ട് വിപ്ലവാത്മകമായിട്ട് സ്പ്രെഡായ സമയത്ത് സ്ത്രീകളിൽ അവരുടെ ശക്തി വർദ്ധിച്ചു. പുരുഷന്മാരിലും സ്ത്രീ ചൈതന്യം വർദ്ധിച്ചു ബേബി. അതുകൊണ്ട് പുരുഷന്മാർ കുടുംബത്തിൽ സഹായിക്കണു, വീട്ടിലെല്ലാ പണിയെടുക്കണു, മുറ്റം അടിക്കണു, തുണി അലക്കണു, കുക്ക് ചെയ്യുന്നു സ്ത്രീകളുടെ ഒപ്പം. പണ്ടൊക്കെ കെട്ടിയവന്മാര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ആ കുടുംബത്തിൽ തന്നെ, ഇവന്മാർ എപ്പോഴും എവിടെ ഉണ്ടാവും? അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം, അല്ലെങ്കിൽ അവരുടെ. ഇന്ന് അതല്ല. ഇന്ന് എവിടെ നോക്കിയാലും ഭാര്യയുടെ കയ്യും പിടിച്ച്, ഭർത്താവിന്റെ കയ്യും പിടിച്ച് ഭാര്യ ഉണ്ടാവും. ഇന്ന് അവൾ എന്ത് ചെയ്യുന്നോ അവരുടെ ഒപ്പം ആ പുരുഷനുണ്ടാവും. എവിടെ പോകുമ്പോഴും അവർ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സാണ്. അവർ രണ്ടുപേരും ഹാപ്പി ലൈഫ്. ഞങ്ങളുടെയൊക്കെ സിസ്റ്റം എന്ന് പറയണത്, ഇപ്പൊ നവയാം 48, 49 അത്രയും. അപ്പോഴും ഞങ്ങളുടെ പേരൻസിനെ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയൊക്കെ ഭയപ്പെട്ടിട്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമേ ഉള്ളൂ. അതും അതെ അത്രയും പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ
എൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ 27 വയസ്സ് മൂത്ത മോന്, 24 വയസ്സ് രണ്ടാമത്തെ മോന്, അവരൊക്കെ അത്രയും വിശാലമായിട്ടുള്ള ചിന്താഗതിയാണ്. അവരൊരിക്കലും ഞാൻ പറഞ്ഞത് അനുസരിക്കണമെന്നൊരു തോട്ട് പോലും എനിക്കില്ല. അവരുടെ പാർട്ട്ണറുമായിട്ട് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്താ വെച്ചാൽ അവർ തമ്മിലുള്ള അന്യോന്യ ബന്ധം, അതിനുള്ള സ്വാതന്ത്ര്യം, അതിനൊക്കെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുകയുള്ളൂ. ആര്? മാതാപിതാക്കൾക്കാണ് അതിന്റെ പ്രശ്നം മുഴുവൻ. അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അന്ന് ഇതൊന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല, പറയാൻ സ്വാതന്ത്ര്യമില്ല. എന്താ വെച്ചാൽ പുരുഷനേക്കാൾ ശക്തി സ്ത്രീക്കുള്ളത് കൊണ്ട് സഹിക്കാൻ പറ്റിയിരുന്നു, സഹന ശക്തി ഉണ്ടായിരുന്നു, അംഗീകരിക്കാൻ പറ്റിയിരുന്നു, സംതൃപ്തമായിട്ട് സ്ത്രീ ജീവിച്ചിരുന്നു മോളെ. അത് ഈ ഒരു ഡിവൈൻ പ്രോസസ്സ് നിശബ്ദമായിട്ട് സംഭവിച്ചത് കൊണ്ടാണ്. മഹാശുദ്ധമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ശക്തി ആവാഹന സംഭവിച്ചത് കൊണ്ടാ അതങ്ങനെ. ഇന്നത്തെ കുട്ടികള് പുറത്ത് അവർക്ക് 7 ദിവസം, ആ 7 ദിവസം പോലും വീട്ടിലിരിക്കാൻ അവർ തയ്യാറല്ല. അവർ എല്ലാ സമയം പോവും. അവരുടെ ശക്തി ഡിസ്റ്റർബ്ഡായി, കൂടുതൽ ഓവർ ബർഡൻസ് ആയി. അവർക്കും പഠിക്കാനും പണിയെടുക്കാനും ഒക്കെ താല്പര്യമുണ്ട്. പുരുഷന് ശരിസമാനമായിട്ട് അവർ പണിയെടുക്കാൻ തുടങ്ങി, സമ്പാദിക്കാൻ തുടങ്ങി. അതേപോലെ അവർക്ക് ഓൺ ഒപ്പീനിയൻസ് ഉണ്ട്. അവർ ഒന്നും സഫർ ചെയ്യാൻ പ്രാക്ടിക്കലി സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഓഫീസ് ആണെങ്കിലും ആണ് റെസ്റ്റ് എടുക്കാൻ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ യുവത്വത്തെ, അല്ലെങ്കിൽ നമ്മളുടെ സമാധാനത്തെ, നമ്മളുടെ ഒരു പ്രൈവസിയെ ഒക്കെ കംപ്ലീറ്റ് ചൂഷണം ചെയ്യുന്ന ബിസിനസ് വൽക്കരിക്കപ്പെട്ടു. നമുക്കും കൂടുതൽ പണം കിട്ടുകയാണെങ്കിൽ രാത്രി ഉറങ്ങണ്ട, ഞാൻ ഒരു 10 ലക്ഷം തരാറുണ്ട്, ഉറങ്ങില്ലേ നമ്മൾ? ആണോ അല്ലയോ? നമ്മളെ വിൽക്കാൻ തയ്യാറായി. നമ്മളുടെ സമയം, നമ്മളുടെ നോളജ്, നമ്മളുടെ സമാധാനം, നമ്മളുടെ ശാന്തി, നമ്മളുടെ പ്രൈവസി, നമ്മളുടെ കുടുംബ ലൈഫ്, നമ്മളുടെ ഓൺ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യേണ്ട നമ്മളുടെ ആ ഒരു ഉണ്ടാവില്ലേ നൈപുണ്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ അടിയറ വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും സമ്പത്ത് കിട്ടുന്നത്. ഇല്ല, എനിക്ക് ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും എന്ന് പറയുന്നവന് ലക്ഷക്കണക്കിന് സാലറി ഉണ്ടാവില്ല, പക്ഷെ കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത സമാധാനവും ഫ്രീഡവും അവനുണ്ട്. ആണോ അല്ലേ? പക്ഷെ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും അടിമകളാണ്. അതുകൊണ്ട് അവർക്ക് അത്രയും സമ്പാദിക്കുന്നു. പക്ഷെ സ്വാതന്ത്ര്യം എവിടെ മോളെ? അവർക്ക് ഇല്ല. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത് അശുദ്ധമേ അല്ല, മഹാപരിശുദ്ധമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ അവരെ വളരെയധികം റെസ്പെക്ട് ചെയ്യുക. അതാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, മെൻസസ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ വളരെ റെസ്പെക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അത്രയും ശക്തിയാണ്. ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോലും ഫലിക്കും. അതാണ് ഏത് സ്ത്രീകളും ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് കൊടുക്കണം, പുരുഷന്മാരോട് പറയുന്ന സീറ്റ് കൊടുക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. അതായത് അവരെ ഒന്നും പറയരുത്, അവരെ അപമാനിക്കരുത്. എന്നുവെച്ചാൽ അവർ അത്രയും കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള മഹാശക്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുരുഷനൊരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പറ്റുമോ? പുരുഷന് മെൻസസ് ആവാൻ പറ്റുമോ? പ്രസവിക്കാൻ പറ്റുമോ? പുരുഷന് ഈ കുടുംബത്തെ നോക്കാൻ പറ്റുമോ? എല്ലാവരെയും ഭാര്യയെ ഇന്ന് മാറി, ഭൂമിയുടെ എനർജി മാറിയപ്പോൾ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊക്കെ പറ്റുന്നുണ്ട്. പുരുഷന്മാരും അതിനൊക്കെ അംഗീകരിച്ചു തുടങ്ങി. പഴയ ഓൾഡ് അവർ പോലും ആ കുട്ടികൾ നമ്മളെ പോലെ അല്ല എന്നുള്ള അംഗീകാരം വന്നു തുടങ്ങി. അതൊക്കെ മാറി.